ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ ഫോട്ടോഷോപ്പിന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നു ഗൈസ്. ഇത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിന്റെ അകത്ത് ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവും. ഒരു ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യമെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. എനിവേ ഗായ്സ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അത് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് എൻ്റെ ഫോട്ടോഷോപ്പ് വേർഷൻ ഓവർ പഴയതും അല്ല, എന്നാൽ ലേറ്റസ്റ്റും അല്ല. ബട്ട് നിങ്ങൾക്ക് ടൂൾസ് എങ്ങനെയായാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എല്ലാത്തിൻ്റെയും. എനിവേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ആദ്യം ന്യൂ ഫയൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയാണ് എൻ്റെ ഇതിൽ ഓപ്പൺ ആകുന്നത്. ഇതിൽ നമുക്ക് ഏതാണ്ട് വെച്ച് സെലക്ട് ചെയ്യാം. ലൈക്ക് ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, വാട്ടവർ, വിഡ്ത്ത് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് കസ്റ്റം ലൈറ്റ് തൽക്കാലം ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് ഗൈസ്. നമുക്ക് ഈ ബേസിക് ടൂൾസ്, അതായത് ഇവിടെ കാണുന്ന ബേസിക് ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തായാലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ, ലൈക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഫയൽ ഓപ്പൺ അടിച്ചിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ എടുത്ത് കോപ്പി ചെയ്തെക്കുക. ഇപ്പൊ സാധനം ഇങ്ങനെ വരും. ഇതൊരു ലെയറിലായിരിക്കും ഉണ്ടാവുക. ആ ലെയറിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ടൂൾസ് എങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കിതൊന്ന് സൂം ചെയ്യാം. ഓക്കെ, എൻ്റർ അടിക്കാം. ഇതാ നമ്മുടെ ഫസ്റ്റ് ടൂൾ. ഇവിടെ കാണുന്ന ഇതാണ് ആദ്യത്തെ ടൂൾ, മൂവ് ടൂൾ. നീ വി അടിക്കാം, അല്ലെങ്കിൽ വി അടിക്കാം, അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ടൂളാണ് കിട്ടുക. ഈ ടൂളിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഇതാ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്യാം. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ബേസിക് ഫങ്ഷൻ. പിന്നെ അത് വേണ്ട, നമുക്ക് മെയിനായിട്ട് ഇത് മൂവ്, ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് മൂവ് ചെയ്യാം. അപ്പൊ ആ ടൂൾ എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇതിന്റെ പേരാണ് റെക്ടാങ്കിൾ മാർക്യൂ ടൂൾ. ഇത് കുറെ ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്. ഈ ടൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മെയിനായിട്ട് സെലക്ട് ചെയ്യണം കഴിച്ചില്ല. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ടൂൾ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചതാ. സോറി ഗൈസ്, ഒരു മിനിറ്റ്. കൺട്രോൾ ഡി അടിച്ചിട്ട് ഈ സെലക്ട് ആവും. ഇത് നമ്മളിപ്പോ റീട്രേസ് ലെയർ അടിക്കണം. ലെയർ അടിച്ച് റീട്രേസ് അടിക്കണം. ഓക്കെ, ഇനി അറിയോ നമ്മൾ ഈ സ്ക്വയറിന്റെ സാധനം റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ബോക്സ് വരക്കുന്നു. ഇനി നമ്മൾ മൂവ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞതാ കട്ട് ആൻഡ് പേസ്റ്റ് ആയി. ലൈക്ക് ഈ മൂവ് ടൂളിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിക്ചേഴ്സ് മൂവ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ സെലക്ഷൻ, അതായത് ഈ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുത്ത് നമ്മളൊരു ഷേപ്പ് വരക്കുന്നു, റെക്ടാങ്കിൾ ഷേപ്പ് വരക്കുന്നു. എന്നിട്ട് നമുക്ക് ആ റെക്ടാങ്കുലറിന്റെ ഉള്ളിൽ അപ്പൊ ആ പോർഷൻ സെലക്ട് ആയി. അത് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ മൂവ് ടൂൾ എടുത്തിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യാം. നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം ഗൈസ്. ഒരേ കൺട്രോൾ സെന്റർ ഉണ്ട്. എന്നിട്ട് ഇത് ഡീസെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ഡി അടിച്ച ഡീസെലക്ട് ആവും. ഇനി നമുക്ക് അടുത്ത ടൂളിലോട്ട് പോവാം. ഇത് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ നമുക്ക് ആവശ്യമുള്ള വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് ഷേപ്പ് പോകും ഗൈസ്. നെക്സ്റ്റ് ഷേപ്പ് ലാസോ ടൂളാണ്. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരക്കുക. ഇങ്ങനെ എടുത്ത് വരിക. എൻ്റെ ഇതാ മൂവ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതാ കണ്ണ് ഇതാക്കാം. അതാണ് ഇതിന്റെ മെയിൻ. ലൈക്ക് നമുക്ക് കസ്റ്റമായിട്ട് വരക്കേണ്ടിയിട്ടാണ് നമ്മൾ ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് മാത്രം എടുത്തു. അപ്പൊ അതിനാണ് ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ. എന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്ത് ഇതും സെലക്ഷന്റെ ഓരോ ഡിഫറെന്റ് ടൂൾസ് ആണ്. ഇതാ സെലക്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഇതാക്കാം. ലൈക്ക് കുറച്ചും കൂടി ഇതിന്റെ ഒരു തീം എന്ന് വെച്ചാൽ ഒരേ കളർ കോൺട്രാസ്റ്റ് ഉള്ള സാധനം സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്തണ്ട. ഇതിപ്പോ ഓൾട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീസെലക്ട് ആക്കാം. ഈ പോർഷൻസ് വേണ്ടാത്ത പോർഷൻസ് ഇങ്ങനെ ഡീസെലക്ട് ആക്കി. അപ്പൊ നമുക്ക് ഈ ഫേസ് മാത്രം ഏകദേശം സെലക്ട് ചെയ്ത് കിട്ടി, ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കിക്കോ, കണ്ടോ, ഫേസ് മാത്രം പോയണ്ടോ. അതിനാണ് നമ്മുടെ ഇപ്പൊ യൂസ് ചെയ്തത് ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ. ഇനി അടുത്ത ടൂളുള്ളത് ക്രോപ്പ് ടൂൾ. അതിനെ പറഞ്ഞു തരണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്യാം.
ലൈക്ക് ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ അവിടെ ക്രോപ്പായി, ആ ഫ്രെയിം മാത്രം കിട്ടി. പിന്നീട് എന്തെന്നാ, ഇത് ഫ്രെയിം ടൂള്. സത്യം പറഞ്ഞാൽ അതിന്റെ ഞാൻ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു പിടുത്തമില്ല, അത് വിട്ടെ. പിന്നെ ഐ ഡ്രോപ്പർ ടൂൾ. ഐ ഡ്രോപ്പർ ടൂൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്യേണ്ടിയിട്ടാണ്. ഇവിടെ ബ്ലാക്കും വൈറ്റും ആണുള്ളത്. എന്നിട്ട് ഇതാ അവിടെ കളർ മാറി, വൈറ്റ് എന്നിട്ട് ഇതാ കളർ ഓക്കെ അടിച്ചാൽ അവിടെ കളർ മാറി. ഇതാണ് ഐ ഡ്രോപ്പർ ടൂൾ. ഇനി സ്പോട്ട് ഹീലിംഗ് ടൂൾ ഗൈസ്. നമുക്ക് ഇത് ഈ പിക്ചർ എടുക്കാൻ നോക്കിക്കോ, ഞാൻ Ctrl+ അടിക്കുമ്പോൾ സൂം ആവും. നോക്കിയതാ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ അവിടെ സാധനം മാറി. നമുക്കിത് ഇത് ചെറുതാക്കേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് ഏതായിരുന്നു? ഓക്കെ ഓക്കെ, ഇല്ല നോക്കിക്കോ, കണ്ടോ ഈ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം കളയുന്നുണ്ടോ, പിമ്പിൾ കളയുന്നു. ഇതൊക്കെയാണ് ഈ സ്പോട്ട് ഹീലിംഗ് ടൂളിന്റെ ഉപയോഗം. കണ്ടു. അങ്ങനെ നമുക്ക് ഓവർ ആക്കരുത്, ഓവർ ആയി കഴിഞ്ഞാൽ ഒരു വൃത്തികേടായിരിക്കും. ചെറുങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മാറ്റം കണ്ടോ, ഫോട്ടോയിലുള്ള മാറ്റം. ഇതാണ് സ്പോട്ട് ഹീലിംഗ് ടൂൾ. ഇതിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഹീലിംഗ് ബ്രഷ് ടൂള്, പാച്ച് ടൂള്. ഈ പാച്ച് ടൂൾ ഞാൻ കാണിച്ചു തരാം. പാച്ച് ടൂൾ എന്ന് വെച്ചാൽ എന്താ, ഇതിങ്ങനെ നമ്മളെടുത്തു റിപ്ലേസ് ചെയ്തു. ഇതാണ് പാച്ച് ടൂൾ. നോക്കുക, ഇതിങ്ങനെ സെലക്ട് ചെയ്തു, കൊണ്ടുവച്ച് ഇവിടെ വെച്ചു. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ എവിടെയാണോ ഈ സാധനം പ്ലേസ് ചെയ്യുന്നത് അവിടുത്തെ ആ ഫോട്ടോ സാധനം ഇവിടെ മെർജാവും. കണ്ടോ, അതാണ് പാച്ച് ടൂൾ. ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് വെച്ചാൽ ഹീലിംഗ് ബ്രഷ് ടൂളും ആൾട്ട് ക്ലിക്ക് ഡിഫൈൻ. ഹീലിംഗ് ബ്രഷ് ടൂള് ഓൾട്ട് പിടിക്കുക, നമ്മൾ ഈ പോയിന്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു സ്ഥലം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലം തന്നെ എവിടെ എത്താണ്ട് ചടങ്ങിന് പൈസ എടുക്കുക. ഇപ്പൊ തന്നെ ആളെ പോലെ മാറിപ്പോയല്ല, അത് ആ സംഭവം. പിന്നെ കണ്ടന്റ് അവെയർ മൂവ്. ഞാൻ എല്ലാ ടൂൾസും ഒന്നും പറഞ്ഞില്ല, നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. ബ്രഷ് ടൂൾ. ബ്രഷ് ടൂൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം. എന്തോ ഇതാണ് ബ്രഷ് ടൂൾ. ഇത് നമുക്ക് ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ നോക്കി ചെയ്യാം. ബേസിക്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഗൈസ്. പിന്നെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ആണ് ഗൈസ്. അത് നമ്മൾ ഒരു സ്ഥലം പ്ലസ് ചെയ്യുന്നു, നമ്മളൊരു സാധനം ക്ലോൺ ചെയ്തെടുക്കുകയാണ്. ലൈക്ക് നമ്മളിതാ ഇവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലോൺ ചെയ്തെടുക്കും. ഇതിന് ശബ്ദം എനിക്ക് വലിയ മനസ്സിലായില്ല, ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് പറയുന്നില്ല. ബേസ് ഇതൊക്കെ ഒന്നും വളരെ ആവശ്യമുള്ള സാധനമൊന്നുമല്ല. ഹിസ്റ്ററി ടൂൾ. Cannot use history because the current canvas does not match the ഹിസ്റ്ററി ടൂളും. ഹിസ്റ്ററി ടൂൾ ബേസിക്കലി വെച്ചാൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നതാണ്. ഓൾറെഡി ആദ്യമുള്ള റിസ്റ്റോർ പാർട്സ് ഓഫ് എൻ ഇമേജ് ടു എൻ ഏർലിയർ സ്റ്റേറ്റ്. അതായത് നമ്മൾ ഇതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലുള്ള ഫോട്ടോ റീസ്റ്റോർ ചെയ്യുന്നതാണ് ഹിസ്റ്ററി ടൂൾ. കറന്റ് നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള ഈ എന്താ എറേസർ ടൂൾ ഇല്ല അല്ലെ, മാജിക് എറേസർ. നമ്മൾ എറേസ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അല്ലെങ്കിൽ വേറൊരു സാധനം കൂടെ ഉണ്ട്, എറേസർ ടൂള്. ഇത് നമുക്ക് ഇതാ മായ്ക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ ഉള്ളത് അതാണ് വിസിബിൾ ആവുക. പിന്നെ പെയിന്റ്. പെയിന്റ് ഇതാ അടിക്കുന്നു, കളർ മാറുന്നു. കാരണം ബാക്കിൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തോണ്ട് അതിന്റെ കളർ മാറിയെന്നേ ഉള്ളൂ. പിന്നെ സ്മഡ്ജ് ടൂൾ ഗൈസ്. ഇതാ സ്മഡ്ജ് നമ്മിങ്ങനെ സ്മഡ്ജ് ചെയ്യാം. ഇത്രയും പെർഫോമൻസ് ഉണ്ട് എൻ്റെ ലാപ്പിൽ. അത് നോർമലി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കുറെ ടൈം എടുക്കും. അതാണ് സ്മഡ്ജ് ടൂൾ. അതായത് കുറച്ച് ബ്ലെൻഡ് ചെയ്യാനൊക്കെയാണ് മെയിൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ ബ്ലർ
ബ്ലർ ടൂൾ ഉണ്ട്, ബ്ലർ ചെയ്യാൻ ഷാർപ്പൻ ടൂൾ, ബ്ലർ ടൂൾ ആണ് തരാം. ബ്ലറായി അല്ലെങ്കിൽ അതാ ഒന്ന് ബ്ലറാക്കി. ഇനി ഇതാ ഷാർപ്പൺ ചെയ്യണമെങ്കിൽ ഷാർപ്പൺ ടൂൾ എടുക്കുക. ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇന്റൻസിറ്റിയും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷാർപ്പണാവും ഗൈസ്, ഷാർപ്പണാവും. പിന്നെ വരുന്നത് ഇത് ബേൺ ടൂൾ ആണ് ഗൈസ്. കുറച്ചും കൂടി ഡാർക്ക് ചെയ്യാൻ, ലൈക്ക് കണ്ടോ സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടോ ഫോട്ടോന്റെ. ഇവിടെ നോക്ക്, ഇവിടെ ഡാർക്കായി. ഓ ലൈക്ക് ആ ഡാർക്ക്നെസ്, അതാണ് ബേൺ ടൂളിന്റെ ഫീച്ചർ. അതേപോലെ സ്പോഞ്ച് ടൂളും ഉണ്ട്. സ്പോഞ്ച് ടൂൾ യൂസ് ചെയ്താ ഒരു ഡീസാച്ചുറേറ്റഡ് സ്റ്റേറ്റിലാണ് വരുന്നത്. അതേപോലെ തന്നെ അതായത് ബേൺ ടൂളിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ. ഡോഡ്ജ് ടൂൾ എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് ചെയ്യുന്നത്, ബ്രൈറ്റൻസ്, മൊത്തം ബ്രൈറ്റ് ആകുന്നുണ്ടോ ഗൈസ്. ഇതാണ് ഡോഡ്ജ് ടൂൾ. പിന്നെ വരുന്നത് പെൻ ടൂൾ ആണ് ഗൈസ്. പെൻ ടൂൾ അത് നമുക്ക് ലൈക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് 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 കഴിഞ്ഞാല് അപ്പൊ നമ്മളുടെ സോറി ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഒച്ചയായിരുന്നു, എന്നെ കുറച്ച് നിർത്തി വെച്ചത്. എനിവേ നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്ത് ഇങ്ങനെ പോയിന്റ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസോ ടൂളിനെ പോലെ തന്നെ ഒരു സാധനമാണ് പെൻ ടൂൾ. കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയാൽ നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. അതാണ് മേജറായിട്ട് പെൻ ടൂൾ യൂസ് ചെയ്യുന്ന അതിനൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ആർച്ച് വരയാനും കാര്യമെല്ലാമായിട്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് പെൻ ടൂൾ തന്നെ. എല്ലാം ഞാൻ പറഞ്ഞു തന്നില്ല, ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള ഒരു ടൂൾസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ടെക്സ്റ്റ് ഇത് അടിക്കുന്നു, അതിന് കളർ കളർ വന്നു ഗൈസ്. അത് ടെക്സ്റ്റ്, അതും കുറെ ഡിഫറൻസ് ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. വീണ്ടും നമ്മൾ എല്ലാം ഒന്നും പറഞ്ഞു വന്നില്ല ഗൈസ്. എല്ലാം പറഞ്ഞു കുറച്ച് ടൈം എടുക്കും, വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. ഇപ്പൊ തന്നെ എത്ര ലെങ്ത് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലതാ. ഈ ലെയർ വന്നു ഡിലീറ്റ് ചെയ്യുക, ഓക്കെ. പിന്നെ മേജറായിട്ട് വരുന്നത് ഡയറക്ഷൻ ടൂൾ ആണ്. അത് പെൻ ടൂൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ട്രയാങ്കിൾ ടൂൾ മാത്രമല്ല, കുറെ ഷേപ്സ് വരക്കാനുള്ള ടൂൾസും കൂടി ഉണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഷേപ്പായി. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഗൈസ്. പിന്നെ റൊട്ടേറ്റ് ടൂൾ, പിന്നെ സൂം ടൂൾ. സൂമിന്റെ പകരമാണ് കൺട്രോൾ മൈനസും കൺട്രോൾ പ്ലസും. സോ ടു ബി ഓണസ്റ്റ് ഗൈസ്, ഇത്രയൊക്കെയാണ് ഇതിന്റെ ബേസിക്സ് ആയിട്ടുള്ള ടൂള്. ഞാൻ എല്ലാം ഡെപ്തിലൊന്നും പോയിട്ടില്ല. ഇനിയും കുറെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട്, ലൈക്ക് ലെയേഴ്സ്, കളർ ഗ്രേഡിങ്, ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ്, കുറെ ഐറ്റംസ് സാധനത്തിലുണ്ട്. ബട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ബേസിക് ട്യൂട്ടോറിയൽ ആയിട്ട് ബേസിക്സ് ഓഫ് ദ ടൂൾസ്, ഫോട്ടോഷോപ്പിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ടൂൾസ് മാത്രമേ ഈ വീഡിയോ പരിചയപ്പെടുന്നുള്ളൂ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. എനിവേ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.